ഞാനൊരു കാര്യം പറഞ്ഞ ക്രിഞ്ചായിട്ട് തോന്നരുത്. ഓക്കെ, ചില ആളുകളെ ഇത് മിത്താണെങ്കിൽ മിത്തായിട്ട് പറയാം. പൊതുവേ നമ്മൾ പറയും മറ്റുള്ളവരെ അനാവശ്യമായിട്ട് വിഷമിപ്പിക്കാനോ ഹേർട്ട് ചെയ്യാനോ ദ്രോഹിക്കാനോ ഇല്ലാത്തത് പറയാനോ നിൽക്കരുത്. കർമ്മ എന്ന് പറയുന്ന ഒരു സാധനം വരും എന്നുള്ളത്. ഈ കർമ്മയെ ഒരു വശത്ത് നിൽക്കുന്നു, പ്രാക്ക് ഒരു വശത്ത് നിൽക്കുന്നു. ഈ പ്രാക്ക് എന്ന് പറയുന്ന സംഭവം എത്രത്തോളം അങ്ങനെ ഏക്കുന്നൊന്നും എനിക്ക് വിശ്വാസമില്ല, എനിക്ക് തോന്നുന്നില്ല. കാരണം ഒന്നും ചെയ്യാത്ത ഒരാളെ കയറിയിട്ട് അയാൾക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം അയാൾ ചെയ്തു എന്ന് വെച്ചിട്ട് പ്രാകുന്നതിനൊന്നും ഒരു കാര്യമില്ല. പക്ഷെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ഇന്ന് നടന്നു വരുന്ന നമ്മുടെ ആര്യൻ പ്ലക്കോ ഒന്നും പറഞ്ഞ് തലയും കുത്തി അങ്ങോട്ട് വീണു. ഒരു കുഴപ്പമില്ലാതെ നടന്നു വന്നതാ, പ്ലക്കോ ഒന്നും പറഞ്ഞ ആള് വീണു. പിന്നെ നെവിന് പറ്റിയ പണി നോക്കിയേ, മിനിഞ്ഞാന്ന് വരെ അനുമോളെ ഇങ്ങനെ തുരത്തി എറിഞ്ഞുകൊണ്ടിരുന്ന നെവിന് ഇന്ന് കിട്ടിയിരിക്കുന്ന അട്ടാറ് പണിയാണ്. നെവിന്റെ കയ്യിൽ നിന്ന് സംഭവങ്ങൾ പോയി, ബിഗ് ബോസിന്റെ കയ്യിൽ നിന്ന് വാണിംഗ് കിട്ടി. ഷാനവാസ് വന്ന് കഴിയുമ്പോഴൊരു അവസ്ഥ എന്താന്നുള്ളത് ആർക്കും അറിയത്തില്ല. നെവിൻ കുറേശ്ശെ ബാഗ് പാക്ക് ചെയ്ത് സെറ്റായി തുടങ്ങി. നെവിന് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായി. അപ്പോൾ ഇവർ രണ്ടുപേരും നെവിൻ വെള്ളം ഒഴിച്ചപ്പോൾ ആരെയും കൈകൊട്ടിയൊക്കെ ചിരിക്കുകയായിരുന്നു ചെയ്തത്. അപ്പോൾ പറഞ്ഞു വരുന്നത് ഇത്ര തന്നെയാണ്. അനുമോളെ വിഷമിപ്പിച്ചുകൊണ്ടാണോ അത് പ്ലാച്ചി റിട്ടേൺസ് ആണോ എന്നുള്ളൊരു ഡൗട്ട്. ഞാൻ തമാശ പറഞ്ഞല്ല. ലൈക്ക് ചിലർക്ക് അങ്ങനെ ഒരു ഇതുണ്ട്. ഈ ഒരു നമ്മൾ മറ്റുള്ളവരെ ഇങ്ങനെ വെറുതെ അൺനെസസറി വിഷമിച്ചാൽ, അനുമോള് തന്നെ ഭയങ്കര ഒരു കൈൻഡ് ഓഫ് കൂലസ്ത്രീ എന്നൊന്നല്ല പറയുന്നത്. ചില കുട്ടികൾ ഭയങ്കര ട്രഡീഷണലി ഓർത്തഡോക്സ് ആയിരിക്കും അവരുടെ ചിന്തയും കാര്യങ്ങളെല്ലാം. അപ്പം അനുമോള് പറയുന്നുണ്ട് ഇത് നാട്ടുകാർ കാണുന്നുണ്ട്, അത് മാത്രമല്ല മറ്റുള്ളവരെ വിഷമിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എത്ര കാലം കഴിഞ്ഞിട്ടാണെങ്കിലും തിരിച്ചു വരും, സത്യം പുറത്തേക്ക് വരും. ഇനിയിപ്പോൾ കുറച്ച് നെവിനൊന്നും അങ്ങനെ ക്ലിയർ ആവാൻ പോകുന്നില്ല, നല്ല മനുഷ്യനാവുന്നൊന്നും തോന്നണില്ല. ഇത്രേ ആയില്ലേ ഈ ഒരു ക്യാരക്ടർ പുറത്തേക്ക്, ശരിക്കുള്ള ഹിഡൻ ക്യാരക്ടർ വരെ പുറത്തേക്ക് വന്ന സ്ഥിതിക്ക് ഇനി ഈ ക്യാരക്ടർ മാറൊന്നും ചെയ്യുന്നില്ല. ഇതാണ് എന്ത് ചെയ്യരുത്, ഇതാണ് എന്റെ ക്യാരക്ടർ എന്ന് ആൾക്കാരെ കാണിച്ചുകൊണ്ടിരിക്കുക എന്നൊക്കെ ലൈവിൽ അനു സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അനുവിനെ വളരെയധികം ടോർച്ചർ ചെയ്തൊരു വ്യക്തിയാണ് നെവിൻ. അതേപോലെ തന്നെ അതിന് കൂട്ടുനിന്നതാണ് ആര്യ. അവർക്ക് ആരും ജസ്റ്റ് ഒന്നിങ്ങനെ വീണേ ഉള്ളൂ. പക്ഷെ എന്നാലും നെവിന് അത്യാവശ്യം നല്ല പണി കിട്ടി. ഇതിനു മുമ്പും ഒരു കണ്ടസ്റ്റന്റിനോട് അനു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് നീ അടുത്ത വിഷുവിൽ പുറത്താവുന്നുള്ളത്. അതേപോലെ തന്നെ ആള് പുറത്തായിട്ടുണ്ട്. അപ്പൊ ആകെ മൊത്തം ഇതായിട്ട് വരുന്നത് അനുമോളുടെ പ്രാക്കാണോ എന്നല്ല, സംതിങ് ഈ സംഭവം അല്ലേ. അനുമോളെ വിഷമിപ്പിച്ചവർക്കൊക്കെ അത്യാവശ്യം പണി കിട്ടുന്നുണ്ട്. നെവിനാണ് നല്ല രീതിയിൽ പണി കിട്ടിയത്. കാരണം ആ കുട്ടി, ഞാൻ ഇപ്പോഴും പറയും, ഇങ്ങനെ ഒതുങ്ങി കൂടി നിൽക്കുന്ന കുടുംബത്തിന് വേണ്ടിയിട്ടായിരിക്കും. കാരണം കൈ വെച്ചാൽ പ്രശ്നമാവും എന്ന് വിചാരിച്ചിട്ടും ഒക്കെ ആയിരിക്കും. കുടുംബത്തിന്റെ ഒരു ഇതിന് വേണ്ടിയിട്ടായിരിക്കും. അപ്പൊ ഇത്രയും സഫർ ചെയ്ത് നിൽക്കുന്ന അനുവിന്റെ വീട്ടുകാരും ഇത് കാണുമ്പോൾ അവർക്ക് നല്ല വിഷമമുണ്ട്. പക്ഷെ എന്നാൽ പോലും ഇതിനകത്തേക്ക് വന്നത്, ഇത്രയും കഷ്ടപ്പെട്ട് നിന്നത് ഇറങ്ങി പോവാനുള്ള എന്നുള്ളൊരു സാധനം മൈൻഡിൽ വെച്ചിട്ടാണ്. അപ്പോ അനുമോളും അനുമോളുടെ പ്ലാച്ചിയും കൂടി പണി കൊടുത്തതാണോ?